ചെന്നൈ ശിവഗംഗ കസ്റ്റഡി കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത അജിത് കുമാർ എന്ന യുവാവിനെ തല്ലിച്ചതയ്ക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സംഭവത്തിൽ 5 പോലീസുകാർ അറസ്റ്റിലായി. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ആദ്യം ദൃശ്യങ്ങളിൽ. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീജിത്ത്, ഇത് വളരെ മുമ്പ് പകർത്തപ്പെട്ട ദൃശ്യങ്ങളാണ് എന്നുള്ളതിൽ വ്യക്തമാണ്. വളരെ ക്രൂരമായ രീതിയിലാണ് ആ മനുഷ്യന് മർദ്ദനമേറ്റത് എന്ന കാര്യത്തിലും സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. തീർച്ചയായും കഴിഞ്ഞ ശനിയാഴ്ചയാണ് അജിത് കുമാറിനെ, ശിവഗംഗയിൽ നിന്നുള്ള അജിത് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ കേസിനെ കുറിച്ച് പിന്നീട് പറയാം. പക്ഷേ ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് വലിയ രൂപത്തിൽ പോലീസുകാരുടെ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നുള്ളത്. 30ഓളം മുറിവുകളാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. 30ഓളം മുറിവുകൾ ആന്തരിക രക്തസ്രാവത്തിനും അതാണ് അദ്ദേഹത്തിന് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. അങ്ങനെ 30ഓളം മുറിവുകൾ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും ഈ മർദ്ദനത്തെക്കാൾ കൂടുതൽ മർദ്ദനം അദ്ദേഹം ഏറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇതൊരു ദൃശ്യം മാത്രമാണ് പുറത്തു വന്നത്. ഇനി ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട്, ഈ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും അതിക്രൂരമായ മർദ്ദനം പോലീസുകാരനുണ്ടായിരിക്കുന്നു. 30ഓളം മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരിക്കുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു. 5 പോലീസുകാരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊലപാതക കുറ്റമാണ് അവർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. ഇത് തമിഴ്നാട്ടിൽ വലിയ രൂപത്തിൽ സർക്കാരിനെതിരെ വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഒരു മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനെ എന്തിനാണ് ഈ രൂപത്തിൽ മർദ്ദിക്കുന്നത്, അദ്ദേഹം എന്ത് കുറ്റമാണ് അതിന്മേൽ ചെയ്തിട്ടുള്ളത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഹൈക്കോടതി സ്വമേധയാ ഇക്കാര്യത്തിൽ കേസെടുക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. ഈ കാലയളവിൽ, അതായത് സ്റ്റാലിൻ സർക്കാരിൻ്റെ കാലയളവിൽ ഉണ്ടായ 24 കസ്റ്റഡി മരണങ്ങളിൽ ഇത് എന്തുകൊണ്ട് ഇതുവരെയും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല, കസ്റ്റഡി മരണങ്ങളിൽ അന്വേഷണം എവിടെ വരെ എത്തി എന്നതടക്കം വലിയ രൂക്ഷമായ വിമർശനം ഹൈക്കോടതി സ്റ്റാലിൻ സർക്കാരിനെതിരെ ഉന്നയിച്ചു കഴിഞ്ഞു. സ്റ്റാലിൻ തന്നെയാണ് ആഭ്യന്തരമന്ത്രിയും. ആഭ്യന്തരമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി BJPയും AIADMKയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വലിയ വിമർശനം ഉണ്ടാകുന്നു. ഈ കാലയളവിൽ 24 കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാകുന്നത് രാജ്യത്ത് തന്നെ വളരെ അസ്വാഭാവികമായ സംഭവമായിട്ടാണ് കോടതി വിലയിരുത്തിയിട്ടുള്ളത്. വലിയ രൂപത്തിലുള്ള മർദ്ദനമേറ്റൊരു ചെറുപ്പക്കാരൻ മരിക്കുന്നു. 9 പവൻ നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ശിവഗംഗ ക്ഷേത്രത്തിലെത്തിയ ഒരു ഭക്തയാണ് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടമായി. കാറിൻ്റെ താക്കോൽ ശിവഗംഗയിലെ ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായ അജിത് കുമാർ, ഇപ്പോൾ മരണപ്പെട്ട അജിത് കുമാറിൻ്റെ കൈവശമായിരുന്നു. അദ്ദേഹം അത് മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് യുവതി പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാറിനെ അടക്കം 5 പേരെ ശിവഗംഗ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. ആ മർദ്ദനമാണ് ഇപ്പോൾ മരണത്തിൽ കലാശിച്ചിട്ടുള്ളത്. എന്തായാലും 5 പോലീസുകാരെ വധശ്രമത്തിൽ പ്രതികളാക്കി കേസെടുത്തു കഴിഞ്ഞു, അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. സർക്കാരിനെതിരെ വലിയ വിമർശനവും ഉണ്ടാകുന്നുണ്ട്. ബിനിൽ. ഓക്കെ, ശരി, താങ്ക് യു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടാകുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതേസമയം പോലീസുകാർ അറസ്റ്റിലായിരിക്കുകയാണ് ഈ മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്.